യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പ്രകടനവും പൊതുസമ്മേളനവും നടത്തും. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, എപ്പോഴാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഇന്ന് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? കൂടാതെ ഇന്നലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളുടെ വിശദാംശങ്ങൾ എന്താണ്? വേണു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് വൈകുന്നേരമാണ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും പ്രാദേശിക തലത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറാൻ ഒരുക്കമല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് സൂചിപ്പിക്കുന്നത്. കാരണം അറസ്റ്റ് ചെയ്ത രീതിയാണ് കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. ഒരു ഭീകരവാദി എന്ന പോലെ ഒരു യുവജന നേതാവിനെ അതിരാവിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിലെ ഈ വിഷയം സജീവമാക്കി നിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇന്നത്തെ പ്രതിഷേധത്തിന് ശേഷം കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം ഇത് തന്നെയാണ്. പ്രാദേശിക തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, കൂടുതൽ ജനങ്ങളെ ഇതിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പേരിൽ ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഒന്നാം പ്രതിയാണ്. ഇതോടൊപ്പം 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതോടൊപ്പം 150 കണ്ടാലറിയാവുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത 17ലേക്ക് ഇപ്പോൾ കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.